എല്ലാരും അടിച്ചു കയറി വാ. ഓഫർ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫറാണ് ഇവിടെ നടക്കുന്നത്. എന്റെ ചേട്ടാ ഇതെന്ന് പറഞ്ഞ ഈ ഒരു 2 വണ്ടി സ്പെഷ്യലാണ് നമ്മുടെ കിഡോഫിന്റെ സ്പെഷ്യൽ ഓഫർ. വണ്ടി നമുക്ക് MBD കണ്ട പിടിക്കാനുള്ള നമ്മൾ ഓൺലൈനിലേക്കാണ് കുറച്ചിട്ട് ഇവിടെ തരും. ഒരുപാട് നമ്മളെ പ്രൈസ് ഒരുപാട് അഫോർഡബിൾ ആയി. നമുക്ക് ഇവിടെ വന്നിട്ട് കമ്പയർ ചെയ്ത് മേടിക്കാം. നമുക്ക് ഓൺലൈനിൽ തപ്പിയിട്ട് ഇതിന്റെ പ്രൈസ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നോക്കാം നമുക്ക് ഇവിടെ തരും. അതിലും കുറച്ചിട്ടാണ് നമ്മളെ പ്രൈസ്. ഞാൻ പറഞ്ഞത് ഓഫറല്ലേ. എന്താ പറയുക, സത്യം പറയട്ടെ, ഞാൻ 4 വീലിന്റെ ഒരു ഷോറൂമിൽ കയറിയ ഒരു അവസ്ഥ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇതിന് 299 രൂപ, 299 ആണ് നമ്മളെ ഓഫർ ഇട്ട പ്രൈസ് ആണ്. അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് സംഭവം ഉള്ളതാണോ നോക്കണമല്ലോ. നമ്മള് ചെറിയ കുട്ടികളൊക്കെ നിങ്ങൾ ഊഞ്ഞാലാട്ടി മടുത്തോ, നിങ്ങളെ കൈ കഴിച്ചോ? നിങ്ങൾക്ക് ന്യൂജൻ തൊട്ടില് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട. ഇതിന് ഓരോ മോഡ് ഉണ്ട്. ആ കുട്ടീനെ കടത്തിയിട്ട് ആ മോഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, തന്നെ ആട്ടിക്കോളും. കൊച്ചു ഉറങ്ങുന്നത് പോലും അറിയില്ല. ഇത് നമ്മള് കുട്ടികൾ കളിക്കുന്ന സാധനം നമ്മള് കേട് വരുത്തണ്ട. കേറട്ടെ? ഓക്കെ, അപ്പൊ അത്ര ക്വാളിറ്റിയാന്ന് പറയുന്നത്. വാ നമുക്കൊരു സെൽഫി എടുക്കാം. ഞാനില്ല. എന്ത് പറ്റി? ഭയങ്കര പണക്കത്തിലാണോ? വേണ്ട. ഏട്ടന്റെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ പിറന്നാളിന് പോലെ നമ്മള് കൊച്ചിന് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയോ? ആ ഡ്രസ്സ് നമുക്ക് പോകുന്ന വഴിക്ക് എനിക്കൊരു നല്ല ഡ്രസ്സ് മാത്രമല്ല, കൊച്ചിന് നമുക്കൊരു ടോയ് വാങ്ങാം. ടോയ് നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിയ പോരെ. അതിനിപ്പോ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? അതിന് എനിക്കും ഡ്രസ്സില്ല. ഭാവിക്ക് ഡ്രസ്സ് വേണോ? എനിക്കും വേണം ഡ്രസ്സ്. ഇനി പോകുന്ന വഴിക്ക് ഈ ഡ്രസ്സ് എല്ലാം കൂടി പല സ്ഥലത്ത് കേറണ്ടേ? ഒരു സമയം പിടിക്കില്ല. നമ്മുടെ കൽപ്പറ്റ കിഡോഫി ഇല്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ കൽപ്പറ്റ കിഡോഫിയിൽ അടിപൊളി കളക്ഷൻ ഉണ്ട് പിള്ളേർക്ക് വേണ്ട. അതായത് നവജാത ശിശു മുതല് ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും, അവർക്കുള്ള ടോയ്സും ഡ്രസ്സും. അത് മാത്രമല്ല, മദേഴ്സിനും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സിന് എസ്പെഷ്യലി പാരന്റ്സിനുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഒരു കുടുംബത്തിലേക്കുള്ള എല്ലാ സാധനവും ഒരു ഷോപ്പില്. നമുക്കൊന്ന് പോയാലോ അങ്ങോട്ട്? ഏട്ടാ, ഇതാ ഞാൻ പറഞ്ഞ കിഡോഫി. വേഗം വാ. ഹലോ. നമസ്കാരം. ഓക്കെ, എന്താ പേര്? ഞാൻ പ്രണവ്. ഓക്കെ, അതെനിക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ടോയ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് ടോയ്കളൊന്ന് പരിചയപ്പെടുത്തി തരുമോ? പിന്നെ തീർച്ചയായും. നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അതായത് മെയിൻലി ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇവിടെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ടോയ്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ റീചാർജബിൾ, പിന്നെ ജീപ്പുകള്, കാറുകള്, മോട്ടോർ ബൈക്കുകള്, പിന്നെ സോഫ്റ്റ് ഡോളുകൾ ഉണ്ട്. പിന്നെ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ കാർസ്, വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് മിനിയേച്ചേഴ്സ്, അതില് എന്താ പറയാ, വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ വണ്ടികളും. പിന്നെ ഹോട്ട് വീൽസ്. നമുക്കൊരു വലിയ വണ്ടി വരുന്നുണ്ടല്ലോ. അതെ, ഇത് വലിയ വണ്ടി. ഇത് നമ്മളെ ഓഫർ പ്രൈസ് ആണ് അല്ലേ? സംശയം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ഇതിന്റെ വില ഞാൻ ഫ്ലിപ്കാർട്ടിലേക്ക് അടിച്ചു നോക്കിയാലോ? എനിക്ക് ആ പ്രൈസിന് ഇവിടെ കിട്ടും? അതിലും കുറച്ചിട്ടാണ് നമ്മളെ നമ്മൾ ഓൺലൈനിലേക്കാണ് കുറച്ചിട്ട് ഇവിടെ തരും. ഒരുപാട് നമ്മളെ പ്രൈസ് ഒരുപാട് അഫോർഡബിൾ ആയി. നമുക്ക് ഇവിടെ വന്നിട്ട് കമ്പയർ ചെയ്ത് മേടിക്കാം. നമുക്ക് ഓൺലൈനിൽ തപ്പിയിട്ട് ഇതിന്റെ പ്രൈസ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നോക്കാം. അതിലും കുറച്ചിട്ടാണ് നമ്മളെ പ്രൈസ്. ഞാൻ പറഞ്ഞത് ഞാനിവിടെ കളിപ്പാട്ടം വാങ്ങാൻ വന്നപ്പോഴേ ആ കാര്യം മറന്നുപോയി. കാരണം ഫുള്ള് മിനിയേച്ചർ കണ്ടിട്ട് ആകെ കിളി പോയിരിക്കുകയാണ്. മിനിയേച്ചർ പല ടൈപ്പ്, അതായത് നമുക്ക് ഓൺലൈനിൽ പോലും നമ്മൾ തപ്പിയിട്ട് കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ മിനിയേച്ചർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ മിനിയേച്ചർ ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഏത് വണ്ടി ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മിനിയേച്ചർ ആണ്? മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, ഡിഫൻഡർ. ഡിഫൻഡർ കാണിച്ചു. അപ്പൊ ഈ ഡിഫൻഡർ പക്ക അല്ലേ? മിനിയേച്ചർ ആണെങ്കിലും പക്ക ഡീറ്റെയിലിംഗ് ആണ് മിനിയേച്ചർ. അതേപോലെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം. മ്യൂസിക് ഉണ്ട്, അതിൽ ലൈറ്റ് വരും. ഡോർ ഓപ്പൺ ചെയ്തേ, ബമ്പർ ഓപ്പൺ ചെയ്ത് മ്യൂസിക് ഉണ്ട് അല്ലേ? മ്യൂസിക്കും ചെറിയ ആ ലൈറ്റും. ഫുൾ ബാക്ക് ആണ്. നമ്മൾ എന്താ പറയാ, റിമോട്ട് അല്ല, RC കാർ പോലെ അല്ല. ഫുൾ ബാക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ടാവും. ഫുൾ ബാക്ക് ചെയ്താലേ? അതേപോലെ തന്നെ സത്യം പറയട്ടെ, മിനിയേച്ചർ കുട്ടികളെക്കാളും കൂടുതൽ വലിയ നോക്കുന്നത്. കാരണം മിനിയേച്ചർ ഇപ്പൊ ഒരു ക്രേസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതില് നമുക്ക് ഓഫ് റോഡ് വണ്ടികളൊന്നും വരുന്നില്ലേ? ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടല്ലോ. ഇത് നമ്മൾ ഓഫ് റോഡ് വണ്ടിയാണ്. G550 ആണ്. മീൻസ് ഇതിന്റെ ഡോറുകളൊക്കെ ഓപ്പൺ. ഈവൻ വിഞ്ച് വരെ വർക്കിംഗ് ആണ്. വിഞ്ച് വരെ വർക്കിംഗ് ആണ്. ഡീറ്റെയിലിംഗ് അല്ലേ? യെസ്, പക്ക. ഈ വണ്ടി നമുക്ക് MBD കണ്ട പിടിക്കാനുള്ള നല്ല ടെഡികൾ.
ഏട്ടാ ഇത് നോക്ക്, നല്ല രസമുണ്ടല്ലോ. അടിപൊളിയല്ലേ? ആ, നല്ല അടിപൊളി. ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ? ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലേ ആ. ആ ടൈപ്പില്. ഇവിടെ വേറൊരാളെ കാണിച്ചു തരാം. ഓക്കെ. ഒരു കച്ചറയില്ലല്ലോ. ഒരു വെച്ചറിയില്ല. നൈസ് അല്ലേ? അടിപൊളി. എങ്ങനെ കൈ പിടിക്കുമ്പോ നല്ല ക്യൂട്ടാ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ? നല്ല സോഫ്റ്റാ. ഈ സെക്ഷൻ മൊത്തം നമുക്ക് പിന്നെ ഒരാളെയും കൂടെ കാണിച്ചു തരാം. ഇങ്ങോട്ടോ പോവാൻ വേണ്ടി ഇരിക്കുവാ. എന്നാലും അടിപൊളി. എനിക്കിത് കണ്ടപ്പോ എന്താ ഓർമ്മ വന്നതെന്നറിയോ? പണ്ടൊരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു, 10 രൂപയ്ക്ക് കഴുത്തിലൊക്കെ കെട്ടിത്തൊക്കെ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോ നമുക്കൊരു ഫോൺ ഇട്ടില്ല, അതേപോലെ ഉണ്ട്. അതൊന്നും എന്താ പറയുന്നേ? അതറിയില്ല. ഹലോ ഷട്ട് ഡൗൺ. ഇവിടെ കൊറേ പൂച്ചക്കുട്ടികളുണ്ട്. അടിപൊളിയാണ് കേട്ടോ. വീട്ടിലെ വൈശാലിന് ഓർമ്മ വന്ന്. ബൈക്ക്, സ്പോർട്സ് ബൈക്ക്. ഇഷ്ടായി. ഓടിച്ച നമ്മൾ കേറുന്നത് ശരിയാവില്ല. ഇത് പിള്ളേര് കളിക്കുന്നതല്ലേ, ക്വാളിറ്റി എത്ര നമുക്ക് അറിയില്ലല്ലോ. നിങ്ങൾ കേറിയിട്ട് റൗണ്ട് അടിച്ചോ? കേറിയിരുന്ന കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ റൗണ്ട് അടിച്ചോ. എനിക്ക് അത്യാവശ്യം ഇത് നമ്മള് കുട്ടികൾ കളിക്കുന്ന സാധനം, നമ്മള് കേട് വരുത്തണ്ട. കേറട്ടെ? ഓക്കെ. അപ്പൊ അത്ര ക്വാളിറ്റിയാന്നാ പറയുന്നേ. ഇപ്പൊ സ്റ്റാർട്ടായില്ലേ? ഇനി ആക്സിലേറ്റർ കൊടുത്താൽ മതിയോ? ബ്രേക്ക് ഇവിടെ എവിടെയുണ്ട്? ഇതൊക്കെ സ്മോൾ ടോയ്സിന്റെ കളക്ഷൻ ആണ്. ഇത് സ്മോൾ ടോയ്സിന്റെ ഒരു സെക്ഷൻ ആണ്. ഇതിൽ നമ്മുടെ അടുത്ത് ഒരുപാട് സ്മോൾ ടോയ്സിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കാറുകളായിട്ടും പിന്നെ JCB-കൾ, ട്രക്കുകൾ, എയറോപ്ലെയിൻസ്, മീൻസ് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻ. അത് നമ്മൾ എന്താ പറയാ, അതിനാണ് ഡാൻസിങ് കാക്ടസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് തിരിച്ചു പറയും. എല്ലാരും അടിച്ചു കയറി വാ. പിന്നെ അതിൽ തന്നെ സോങ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതും ഓൺലൈനായിട്ട് കമ്പയർ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് നമ്മുടെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഒരുപാട് അഫോർഡബിൾ ആണ് നമ്മുടെ പ്രൈസ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് നമുക്ക് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെന്താ, നോ പ്രോബ്ലം, നോക്കിക്കോട്ടെ. ഇതിന്റെ പേരെന്താണ് പറയാ? ഇതാണ് കാക്ടസ്, നമ്മൾ ഡാൻസിങ് കാക്ടസ് എന്ന് പറയും അല്ലേ? അപ്പൊ ഇതിന് 299 രൂപ, 299 ആണ് നമ്മൾ ഓഫർ ഇട്ട പ്രൈസ് ആണ്. അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് സംഭവം ഉള്ളതാണോ നോക്കണമല്ലോ. നല്ല വ്യത്യാസം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാ ടോയ്കളിലും ഇതേപോലെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും അല്ലേ? എല്ലാ ടോയ്സിനും നോട്ട് ഓൺലി ടോയ്സ്, ഡ്രസ് ഐറ്റംസ്, എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിങ്ങിനോടനുബന്ധിച്ചിട്ട് ഉള്ള അതേ ഓഫർ പ്രൈസിനുള്ള സെയിലാണ്. ഒക്കെ നമ്മൾ ഓഫർ പ്രൈസ് ആണ്. വണ്ടികളൊക്കെ കണ്ടില്ലേ, ഇലക്ട്രിക് വണ്ടികള്, ബൈക്കായാലും കാറായാലും എല്ലാം. അമ്മോ, അപ്പൊ ഇത് മൊത്തം നമ്മുടെ കളക്ഷൻ ആണല്ലേ? ഇതൊക്കെ നമ്മുടെ 4 വീൽ. സത്യം പറയട്ടെ, ഞാൻ 4 വീലിന്റെ ഒരു ഷോറൂമിൽ കയറിയ ഒരു അവസ്ഥ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഏതൊക്കെ വണ്ടികളാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകുള്ളൂ കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ്. നേരത്തെ നിങ്ങൾ കാക്ടസ് സെർച്ച് ചെയ്തോളാം, വേണമെങ്കിൽ ഇതിന്റെ പ്രൈസ് നിങ്ങൾ സെർച്ച് ആക്കി നോക്കാം. ഇനി സെർച്ച് ആക്കി നോക്കാനില്ല, അത് പക്കയാണ്. നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇത് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ആ വണ്ടിയല്ലേ ഇത്? അല്ല, ഇത് അതിന്റെ വലുതാണ്. ഇത് ഹെവി വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഒന്നും തികയുന്നില്ല കേട്ടോ. ഇതിൽ നമുക്കൊരു എത്ര പേർക്ക് സുഖമായി, 2 പേർക്ക് സുഖമായിട്ട് പോവാ അല്ലെ? അതെ, 2 ആൾക്കും അത്യാവശ്യം. അതായത് ഒരു വലിയ ആക്കും ഒരു ചെറിയ ആക്കും. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ നമ്മള് 2 പേരും ഈ വണ്ടി കയറുമെന്ന് വെച്ചോ, ഈ വണ്ടി പോവും. അതായത് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മളിൽ ഒരാൾക്ക് ബാക്കിലും ഇരിക്കാം, ഒരാൾക്ക് ബോണറ്റിന്റെ പുറത്തും ഇരിക്കാം. എന്നിട്ട് റിമോട്ടിലോ ആക്സിലേറ്ററിലോ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ നമ്മളെ വലിച്ചിട്ട് പോകും. യാതൊരു കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അടിപൊളി. അപ്പൊ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് ഇത് സ്വന്തമായിട്ട് ഒരു വലിയ വണ്ടി മേടിച്ചു കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. ഓ മൈ ഗോഡ്, സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഇത് ഓഫർ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫറാണ് ഇവിടെ നടക്കുന്നത്. എന്റെ ചേട്ടാ, ഇതെന്ന് പറഞ്ഞ ഈ ഒരു 2 വണ്ടി സ്പെഷ്യൽ ആണ് നമ്മുടെ കിഡ് ഓഫിന്റെ സ്പെഷ്യൽ ഓഫർ ആണ്. കണ്ടോ ഈ സാധനത്തിന്റെ ക്വാളിറ്റി കണ്ടോ?
എനിക്ക് ഇതിന്റെ ഉള്ളിലിരിക്കാൻ പറ്റാണ്ടാണോ ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് തന്നെ പക്കേ ഈ സാധനം ഇറങ്ങുന്നില്ല. വേണമെങ്കിൽ ഇത് ആക്സിലേറ്റർ കൊടുത്താൽ പോവുകയും ചെയ്യും. വേണമെങ്കിൽ ഒരാളെ കൂടെ കയറ്റുകയും ചെയ്യാം. പക്ഷെ ഇത് ഭയങ്കര ഒരു ഓഫറായി പോയിട്ടോ. ഇതിന്റെ ഓഫർ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ കിഡോഫിന്റെ കില്ലിംഗ് ഓഫറാണ്. കില്ലിംഗ് ഓഫറാണ് ഈ ഞാൻ ഇത്ര നേരം തപ്പിയിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ സാധനം ഇപ്പോഴാണ് കണ്ടത്. അതിന്റെ ഓഫർ എങ്ങനെ വരും? ഇത് നമുക്ക് ആക്ച്വൽ പ്രൈസ് 22,499 വരുന്നത്. നമ്മളെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 19,750 ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന പ്രൈസ്. അപ്പൊ ഇപ്പത്തെ ഈ ഓഫർ പ്രൈസിൽ വേറെ എവിടെയും കിട്ടില്ല. വേറെ എവിടെയും കിട്ടില്ല. ഓക്കെ, ഫിക്സ്. നമ്മളെ ചെറിയ കുട്ടികളെ ഇനി പാർക്കിലൊന്നും കൊണ്ടുപോകണ്ട, അതിനുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇതിന് എത്ര രൂപയാണ് സംഭവം? എല്ലാം ചെറിയ പ്രൈസാ, 295 രൂപയുള്ളൂ. ഇതാ സ്വിമ്മിംഗ് പൂള്, ചെറിയ സ്വിമ്മിംഗ് പൂള്. അവർ ഇതിന്റെ അകത്തേക്ക് ഇട്ടാണ്ടുണ്ടാവും. പാർക്കിലൊന്നും കൊണ്ടുപോകണ്ട, എൻജോയ് ചെയ്തോളൂ. ഇതിന്റെ ഉള്ളിൽ കിടന്നാ ഇതാ ഇതിന്റെ പല സൈസ് സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. മേലെ പോകാനോ? ഫ്ലോർ ഉണ്ടോ? ഇനിയും ഫ്ലോറും ഉണ്ട്. ഇനിയല്ലേ നമ്മൾ കാണാൻ കിടക്കുന്നത്. ഫ്ലോറിൽ പോയി നോക്കിട്ട് താഴെ കണ്ടതിന് ഇരട്ടി സാധനങ്ങളുണ്ട് ഇവിടെ. ഇതെന്താണ് സംഭവം? ഇത് നോക്കിക്കേ. ഇതിൽ ഞാൻ ഏതാ വേറെ ആണെന്ന് മനസ്സിലാവുന്ന അവസ്ഥയില്ല. അപ്പൊ നമുക്ക് ബ്രോ ഇതിനൊക്കെ എന്താണ് പ്രൈസ് വരുന്നത്? ഇതൊക്കെ ഓരോ റേറ്റിന് വരുന്നുണ്ട്, ചെറുത് വലുത്. ഇത് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5,350 എന്ന് പറഞ്ഞത് അത് വലുത്. അതിന്റെ ഇത് 1000 സംതിങ്ങിന് ഉണ്ട്, 2000 ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഒരു ബെഡ് വേണ്ട ഒരു കുട്ടിക്ക്. ഞാൻ വന്നതിന് വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയ സാധനമാണ് ഇത്. ഇതിന്റെ പേരെന്താണ് ബ്രോ? ഇത് നമ്മൾ കിക്ക് സ്കൂട്ടർ എന്ന് പറയും. കിക്ക് സ്കൂട്ടർ അല്ലേ? കിക്ക് സ്കൂട്ടർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമുക്ക് കിഡ്സിനൊക്കെ സുഖമായിട്ട് റോഡിൽ കൂടെ ഒക്കെ പോവാം. ഇപ്പൊ മെയിൻലി നിങ്ങൾ കാണുന്നില്ല ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ചാനൽസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കുട്ടികൾ കാണുന്നില്ലേ, ആ ഒരു ഐറ്റം ആണ് ഇത്. ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? ഇത് ഓരോ റേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. പെൺകുട്ടികൾക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ചെറുതിന് മീൻസ് അതിന്റേതായ ഫീച്ചേഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിന്റേതായ ഒരു റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡ് സ്കേറ്റിംഗ് ബോർഡാണ്. ഇപ്പൊ സ്കേറ്റിംഗ് ബോർഡൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസ് അല്ലേ? ഒക്കെ അഫോർഡബിൾ പ്രൈസ്. വയസ്സുള്ള കുട്ടികൾക്ക് എത്ര വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഉണ്ട്? ഇത് മീൻസ് എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ടാലന്റ് പോലെ ഇരിക്കും. ഇപ്പൊ 10 വയസ്സുകാരനും ഉപയോഗിക്കാം, 20 വയസ്സുകാരനും ഉപയോഗിക്കാം. ഡിപ്പെൻഡ് അപ്പോൾ അവരെ ടാലന്റ് പോലെ ഇരിക്കും. ഈ സ്റ്റഡി ടേബിൾ കാണുമ്പോഴേ ഇരുന്ന് പഠിക്കാന്ന് തോന്നുക. അപ്പൊ സ്റ്റഡി ടേബിളിന്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ബ്രോ നമുക്ക് ഈ സ്റ്റഡി ടേബിളിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ സ്റ്റഡി ടേബിൾ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റഡി ടേബിൾ ഇതുപോലെ നമ്മൾ ഓഫർ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഓഫറാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് സ്റ്റഡി ടേബിളിലുണ്ട്. ഇതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇപ്പം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ പിക്ചേഴ്സ്, ഡോറ, സൂപ്പർമാന്, ബെൻടെൻ എന്ന് പറയുന്ന അങ്ങനെ കുറെ കളക്ഷൻസ്, വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ആട്ടോ. അത് നമ്മള് ഇരുന്നിട്ടും സംഭവം ഒന്നും അനങ്ങുന്നില്ല. ടേബിളും അതേപോലെ നല്ല ക്വാളിറ്റിയാണ്. ടേബിളും അപ്പൊ കുട്ടികളുടെ ബർത്ത്ഡേ വന്ന ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരുക. ബർത്ത്ഡേക്ക് വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. നോക്കി എന്തൊക്കെ സ്ഥാനങ്ങളാണ് നോക്കിക്കേ. ഇതിനൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസ് ആണ്. ഇതൊരു 3-4 വയസ്സ് മുതൽ ഒരു 8-9 വയസ്സ് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഫുട്വെയർ ഐറ്റംസ്, ഷൂസ്, പിന്നെ അതുപോലെ തന്നെ ക്രോക്സ് ഐറ്റംസ് ഉണ്ടല്ലോ. ക്രോക്സിൽ വരുന്ന സ്ലിപ്പേഴ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ള അതിലുള്ള കളക്ഷൻസ് അത് നമ്മുടെ PP ആണ്. പുതിയോക്ക് അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ കണ്ടു മടുത്തു. സത്യം പറഞ്ഞാല് ഞാൻ ചോദിച്ചു മടുത്തു, കണ്ടു മടുത്തു. അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞിട്ട് എന്താണ് ബാക്കിയുള്ളത്? ഇനി നമുക്ക് മേലോട്ട് പോവാം. ഇതിന്റെയും മേലോട്ട് പോയാക്കാം. 2 സെക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞ കണ്ടു മടുത്തു. ഇനി മേലോട്ട് നമുക്കിനി ലിഫ്റ്റിൽ പോവാം അല്ലെ? ലിഫ്റ്റിൽ പോവാം. അപ്പം ഇനി ഈ ഫ്ലോർ ആണല്ലേ നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പൊ ഈ ഫ്ലോറിൽ ഇനി മെയിൻ ആയിട്ട് എന്തൊക്കെയാ വരുന്നത്? കുട്ടികളുടെ ഇത് നമ്മളെ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സും പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളുടെ ലോഗാണ് ഇത്. നമ്മള് ചെറിയ കുട്ടികളൊക്കെ നിങ്ങൾ ഊഞ്ഞാലാട്ടി മടുത്തോ? നിങ്ങളെ കൈ കഴിച്ചോ? നിങ്ങൾക്ക് ന്യൂജൻ തൊട്ടില് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട. ഇതിന് ഓരോ മോഡ് ഉണ്ട്. ആ കുട്ടീനെ കടത്തിയിട്ട് ആ മോഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി.
തന്നെ ആട്ടിക്കോളും. കൊച്ചു ഉറങ്ങുന്ന പോലും അറിയില്ല. ഓക്കെ, ഇത് എങ്ങനെയാണ് സംഭവം? ഇതിപ്പോ എന്താ പറയാ, ഇത് ന്യൂജൻ ക്രാഡിലാണ്. ഇപ്പത്തെ ന്യൂജൻ മമ്മീസ് ഇല്ല, അവർക്കൊക്കെ പറ്റിയ, അതായത് നമുക്ക് ഇവിടെ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോ കുട്ടീനെ ഉറക്കാം, ആരുടെ സഹായം വേണ്ട. പിന്നെ അതിന് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെതായ. ഇത് നമുക്ക് പല മോഡിലേക്ക് ആക്കാം. നമുക്ക് ഇപ്പൊ ഉള്ള പാൻസിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അല്ലേ? നമുക്ക് കാർ സീറ്റർ ആണ്. കുട്ടികളെ നമുക്ക് സേഫ് ആയിട്ട് സീറ്റ് ബെൽറ്റ് അടക്കം ഉണ്ടല്ലോ ഇതില്. അതെ, നമ്മളിപ്പോ വണ്ടിയിൽ അതായത് അഡൽസ് പോകുന്ന അതേ കണ്ടീഷൻ, നമ്മളിപ്പോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല ചാരി ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നില്ലേ, അതേപോലെ ബേബീസിന് ആ കണ്ടീഷനിൽ അവർക്കും അതേ സേഫ്റ്റിയിൽ അവർക്കും പോകാം. ഇവിടുത്തെ കളക്ഷൻ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി, കളക്ഷനും ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞേ? ഡ്രസ് എന്താ വേണമെന്ന് പറഞ്ഞു? ചുരിദാർ നമുക്ക് ആ സെക്ഷൻ നീ അങ്ങോട്ടാ, 3rd ഫ്ലോർ. അപ്പൊ മേലോട്ട് പോവാ അല്ലേ? ഓക്കെ. അടിപൊളി ചുരിദാർ വേണം, പക്ഷെ എന്നാൽ വലിയ റേറ്റും പാടില്ല. അപ്പൊ കുട്ടികൾക്ക് മാത്രല്ല, നല്ല പാരന്റ്സിനും പറ്റിയ അടിപൊളി കളക്ഷൻ ഉണ്ടല്ലേ? ഫുൾ ആയിട്ടുണ്ട്. ആഹാ, അടിപൊളി. ഇതെന്ത് മോഡലേട്ടാ? അടിപൊളി അടിപൊളി. പിന്നെ പാന്റ് വരുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് സ്കേർട്ട് പ്ലാസോ ആണ് പാന്റ് വരും. ഓ, നമ്മള് ചുറ്റി കറങ്ങി കണ്ടു അല്ലെ? ക്ഷീണിച്ചല്ലേ? ചെറുതായിട്ടൊക്കെ ക്ഷീണിച്ചു, പക്ഷെ എന്തെല്ലാം പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആണ്. ഭയങ്കര ഹാപ്പിയാണ്. പുറത്തുനിന്ന് കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അകത്ത് കയറിയാണ്ടല്ലോ കുട്ടികൾക്ക് തന്നെ ഒരു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അത് ഒന്നല്ല രണ്ടല്ല 3 നിലകളിലായിട്ടാണ് അടിപൊളി കളക്ഷൻസും. അപ്പൊ നമ്മളൊരു അടിപൊളി കാറും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ നമ്മൾ ഈ കടന്റെ കോണ്ടാക്റ്റും ബാക്കി നമ്മൾ റൂട്ട് മാപ്പും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വന്നു കഴിയുമ്പോൾ ബ്രോ ഇവിടെ ഉണ്ടാവും കേട്ടോ. A to Z എന്തിനെ കുറിച്ച്, ഈ ഷോപ്പിൽ എന്തിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിച്ചോ, എല്ലാ സ്പോട്ടിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും അല്ലെ? അതാണല്ലോ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.